ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല മുഞ്ചുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ചമ്മന്തി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 വറ്റൽമുളക് ചേർത്തിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. ഇതുപോലെ ഒന്ന് പഫായി കിട്ടണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി തന്നെ വേണം നിർബന്ധമില്ല, സവാള എടുത്താലും മതി. പക്ഷെ ചെറിയുള്ളി ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. മുളക് നല്ലോണം കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഉള്ളിയുടെ ആ സൈഡിലൊക്കെ ഒരു ബ്ലാക്ക് കളർ, അതായത് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ചമ്മന്തി അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചമ്മന്തി അരക്കുന്ന ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ്. ഞാനൊരു ചെറിയ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇതുപോലെ വേവിച്ചെടുക്കുമ്പം പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ ചമ്മന്തിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഇതുപോലെ വേവിച്ചെടുത്തിട്ട് ചേർക്കുമ്പോഴാണ്. ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വറ്റൽമുളകും ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ജാറൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. നമ്മളിതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഒതുക്കുന്നുണ്ട്. പക്ഷെ ആദ്യം ഇതൊന്ന് ഒതുക്കിയെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ചമ്മന്തി നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പം ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു 2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ എടുക്കുന്ന വാളംപുളി ആയാലും മതി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചമ്മന്തിക്ക് പൊതുവേ നമ്മൾ വെള്ളമൊന്നും ചേർക്കാറില്ലല്ലോ. ഇതൊന്ന് കറക്കിയെടുക്കണം. നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ബീട്രൂട്ട് പച്ചടിയൊക്കെ പോലെയാണ് ഇത് ഉണ്ടാവുക. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ വറ്റൻമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്